ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ കുറച്ച് ദിവസമായില്ലേ എൻ്റെ ലോങ് വീഡിയോസൊക്കെ വന്നിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗാണ്. അപ്പോൾ വീട്ടിലത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം ഉച്ചയൊക്കെ കഴിഞ്ഞു. കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ലാത്തത് കൊണ്ട് ചെറുതായിട്ടൊന്ന് പുറത്തുനിന്ന് ഫുഡൊന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചേ. നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ ഞങ്ങൾ പോയത്. അടുത്ത് തന്നെയാണ്, പെട്ടെന്ന് എത്തും. അത്യാവശ്യം നല്ല ടേസ്റ്റി ഫുഡായിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് നേരം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ടേബിളൊക്കെ റെഡിയായി വിളിച്ചങ്ങനെ പോയത് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഈ റൈസും ഈ ചിക്കനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു മന്തിയല്ല, ഇതൊരു സ്പെഷ്യൽ റൈസും ചിക്കനുമാണ്. മന്തിനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് തോന്നി കേട്ടോ കഴിച്ചപ്പോൾ. മക്കൾക്കും ഞങ്ങൾക്കും ഒക്കെ നല്ല ഇഷ്ടമായി. പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി തൊട്ടടുത്ത് തന്നെയുള്ളൊരു മാർജിൻ ഫ്രീയിലാണ് കേട്ടോ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ചില ഐറ്റംസൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ വിചാരിച്ചു നേരെ മീറ്റൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ നേരെ ലുലുവിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലുലുവിൽ എത്തിയിട്ടുണ്ട്. മീറ്റൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങുന്നത്. അപ്പോൾ ലുലുവിൽ എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ നല്ല തിരക്കായിരുന്നു. കുറച്ച് നേരം കാർ പാർക്കിങ്ങൊക്കെ കിട്ടാൻ കുറച്ച് സമയം എടുത്തു കേട്ടോ. പിന്നെ ലുലുവിലെത്തിക്കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെ മൊത്തം ഒന്ന് കറങ്ങി നടന്നിട്ടാണ് പിന്നെ ഹൈപ്പറിലോട്ടൊക്കെ ഒന്ന് പോവുക. മക്കളുണ്ടെങ്കിൽ പിന്നെ കുറച്ച് നേരം അവിടെ എന്തെങ്കിലും പ്രോഗ്രാംസൊക്കെ ഉണ്ടാവും, അതൊക്കെ കണ്ടിട്ട് അങ്ങനെയാണ് ഹൈപ്പറിലോട്ട് അങ്ങ് കയറാം. ഹൈപ്പറിൽ കയറിയിട്ട് ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് മീറ്റൊക്കെ വാങ്ങണം. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട്. കുറച്ച് ഐറ്റംസൊക്കെ പെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു, അതും എല്ലാം വാങ്ങി. പിന്നെ തിരിച്ചിറങ്ങുമ്പോൾ അവിടെ ഒരു നെസ്കഫേയുടെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ, ചെറിയൊരു ഔട്ട്ലെറ്റ്. അപ്പോൾ അവിടെ നിന്ന് മക്കൾക്ക് കോൾഡ് കോഫി വേണമെന്ന് പറഞ്ഞപ്പോൾ അതിപ്പോൾ അവർ കുടിക്കുകയാണ്. മക്കൾക്ക് എപ്പോഴും പുറത്ത് പോകുമ്പോൾ അവരെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ, അവർക്ക് പലതും കാണുമ്പോഴൊക്കെ വേണമെന്ന് പറയും. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചൊരു ഐറ്റമാണ് കേട്ടോ അത് ഈ കാണുന്നത് മോളുടെ കയ്യിൽ. ഇത് ഭയങ്കര ഫ്ലോപ്പായിട്ടുള്ളൊരു ബബിൾ ടീ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോൾ തന്നെ ഏകദേശം രാത്രി ഒത്തിരി ലേറ്റായി. പിന്നെ മക്കളും ഹസ്ബൻഡൊക്കെ എല്ലാം സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പിറ്റേ ദിവസമാണ് സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചത്. രാത്രി വന്നപ്പോൾ തന്നെ എല്ലാം കവറിൽ നിന്ന് മാറ്റി വെച്ചു. ചിക്കനും സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെയുള്ള വലിയ ഓർഗനൈസിങ് കണ്ടെയ്നേഴ്സിൽ നമുക്ക് ഈ കൊണ്ടുവന്ന ഐറ്റംസൊക്കെ നല്ല നീറ്റായിട്ട് എടുത്ത് വെക്കാൻ പറ്റും കേട്ടോ. ഇതിങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം നമ്മൾ ടിന്നിലൊക്കെ ആക്കി വെച്ചാൽ മതിയല്ലോ. ഇതിപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ചെയ്തു വരുന്നതാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും. നല്ല വൃത്തിയിലിരിക്കും കേട്ടോ ഇതുപോലെ എടുത്ത് വെച്ചാൽ. നമുക്ക് ഈ പാറ്റയുടെ ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ അതൊന്നും ഇതിൻ്റെ ഉള്ളിലൊന്നും കയറില്ലല്ലോ, നല്ല വൃത്തിയിലിരിക്കുകയും ചെയ്യും. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ബാക്കിയുണ്ടായിരുന്നു. ഇതുപോലെ കണ്ടെയ്നേഴ്സിലെല്ലാം തീരാനായതെല്ലാം നിറച്ച് വെക്കുന്നുണ്ട്. വലിയ കണ്ടെയ്നേഴ്സിൽ പിന്നെ ബാക്കി അതിൽ കൊള്ളാത്തതൊക്കെ ഞാൻ ഇതുപോലെയുള്ള ബക്കറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നിറച്ച് വെക്കും. അപ്പോൾ ഇതുപോലെ എക്സ്ട്രാ എപ്പോഴും വാങ്ങിച്ചിട്ട് വരുമ്പോഴും ഇതിലോട്ട് അങ്ങ് ആക്കി വെച്ചിട്ട് പിന്നെ ഇതിൽ നിന്നാണ് നമ്മുടെ കണ്ടെയ്നേഴ്സിലോട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് വീട് വൃത്തിയായി ഇരിക്കും, പെട്ടെന്ന് ബക്കറ്റിൽ കൊണ്ടങ്ങ് ഇടാമല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓയിലൊക്കെ നിറച്ച് വെക്കുന്നുണ്ട്. ഒന്നിൽ ഓയിലും ഒന്നിൽ കോക്കനട്ട് ഓയിലാണ് നിറച്ച് വെക്കുന്നത്. ഓയിൽ സൺഫ്ലവർ ഓയിൽ അധികം ഉപയോഗിക്കാറില്ല. പിന്നെ ചില ഐറ്റംസ് നമുക്ക് വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വാങ്ങുന്നത്. ഇതിപ്പോൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ജാറുകളാണ്, ഗ്ലാസിൻ്റെ. അപ്പോൾ അതിലാണ് ഞാൻ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് വെക്കുന്നത് കേട്ടോ. ഇതുപോലെ ഇട്ട് വെച്ചാൽ നല്ല നീറ്റായിട്ടിരിക്കും. എനിക്ക് തോന്നുന്നു നല്ല അധികം പെട്ടെന്ന് തണുത്തൊന്നും പോകില്ല കേട്ടോ, ഇതുപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ജാറിലൊക്കെ ഇട്ട് വെച്ചാൽ. ഇതിപ്പോൾ ഞാൻ മക്കൾക്ക് ഷേക്ക് ആക്കി കൊടുക്കാറുണ്ട് കേട്ടോ, ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ. കുട്ടികൾക്ക് ഹെൽത്തിന് നല്ലതാണ്, ഇമ്മ്യൂണിറ്റി പവറൊക്കെ കൂടും. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. മക്കൾ മറ്റുള്ള ഭക്ഷണങ്ങൾ കുറവ് കഴിച്ചാലും ഇതിലൊരു ഗ്ലാസ് കുടിച്ചാൽ മതിയാവും. ആഴ്ചയിലൊരു 3-4 ദിവസമൊക്കെ ഞാൻ ആക്കി കൊടുക്കാറുണ്ട്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, നല്ലതാണ്, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നല്ലതാണ്. മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ വാങ്ങിച്ചാൽ നമുക്ക് അത്യാവശ്യം ഇതുപോലെ കുറച്ച് അധികം ദിവസം നിൽക്കും കേട്ടോ ഇത്.
പിന്നെ മുട്ടയൊക്കെ ഞാൻ ഇതുപോലെ ട്രെയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. പുറത്ത് വെച്ചാൽ നമുക്ക് ചില സമയത്ത് ചൂടൊക്കെ ആണെങ്കിൽ കേടായി പോകാറുണ്ട്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലങ്ങ് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇതുപോലെയുള്ള ഇതിൽ ഞാൻ നമ്മുടെ ഡിഷ് വാഷിംഗ് ലിക്വിഡ്സൊക്കെ ഇല്ലേ, വാഷിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്ന, അതൊക്കെ ഇതുപോലെ ഓർഗനൈസ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇത് നേരെ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ മേലെ തന്നെ വെച്ചേക്കും. അപ്പോൾ ഈസിയാണ് എടുക്കാൻ. കുട്ടികൾക്കൊക്കെ നമുക്ക് പെട്ടെന്ന് വാഷിംഗ് മെഷീനിൽ ഇടണമെങ്കിൽ അവർക്കും എളുപ്പമാണ് വന്നെടുക്കാനൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കേ. നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും, എന്നാലും ഒന്ന് ചെയ്തു നോക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യണേ. ബൈ.